ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഇങ്ങ് അടുത്തല്ലേ. അപ്പം നമ്മൾ ഓരോരോ ഫംഗ്ഷനുകളും പാർട്ടികളും അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമ്മൾക്ക് ഇനിയുണ്ട്. അപ്പോൾ സ്കിൻ ഒന്ന് പെട്ടെന്ന് കെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും സ്കാർസും ആക്നെ സ്കാർസും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മൾ നോക്കുന്നത്. ആക്ച്വലി നമ്മളിന്ന് 2 ഫേസ് പാക്ക് നോക്കുന്നുണ്ട്. രണ്ടും നല്ല അടിപൊളി ഫേസ് പാക്കുകളാണ്. നമുക്ക് ആദ്യം വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഹൈപ്പർ പിഗ്മെന്റേഷനെ കുറയ്ക്കുന്ന, റിങ്കിൾസിനെ കുറയ്ക്കുന്ന, മാറ്റുന്ന, യുവത്വം തരുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിലേക്ക് നമ്മൾക്ക് വേണ്ടത് ഗ്രീൻ ടീയും കെമമോലി ഫ്ലവേഴ്സുമാണ്. കെമമോലി ഫ്ലവേഴ്സ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ചെയ്യുകയും നമ്മളുടെ മെലാനിൻ പ്രൊഡക്ഷനെ കുറയ്ക്കുകയും അതുപോലെ തന്നെ ഇൻഫ്ലമേഷനെ സൂത്ത് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇത് ആന്റി ഓക്സിഡൻസിൽ ഭയങ്കര റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ രണ്ടിന്റെയും കൂടെ എക്സ്ട്രാക്റ്റ് ആണ് എടുക്കുന്നത്. ഗ്രീൻ ടീ നമ്മളുടെ ഫേസിന് ഒരു ഗ്ലോ തരികയും നമ്മളുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് മാർക്കിനെ ഒക്കെ മാറ്റുകയും യങ് ലുക്ക് തരികയും ചെയ്യുന്നതാണ്. ഏജിന്റെ സയൻസിനെ കുറയ്ക്കുന്ന ഈ ഗ്രീൻ ടീയും കെമമോലി ഫ്ലവേഴ്സും നമ്മൾ 5 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടി. അതിലേക്ക് നമ്മൾക്ക് ഒരു 100 മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എടുക്കുമ്പോൾ ഉപ്പുവെള്ളം ഒന്നും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യണം. ഫസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് പിന്നെ ചെറിയ തീയിൽ വെച്ച് ബോയിൽ ചെയ്ത് അതിന്റെ എക്സ്ട്രാക്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ഫുൾ എക്സ്ട്രാക്റ്റും കിട്ടുന്നത് പോലെ നമ്മൾക്ക് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഇന്ന് ഇതുകൊണ്ട് 2 ഫേസ് പാക്ക് ആണ് ഉണ്ടാക്കുന്നത്. രണ്ടും തന്നെ ഫേസിന് അത്ര നല്ല ഗുണം തരുന്നതാണ്. ഫേസിന് യുവത്വം നൽകാനും ഫേസിലുണ്ടാകുന്ന കുത്തു പോലുള്ള കറുത്ത പാടുകൾ പോകാനും കണ്ണിനടിയിലുള്ള കറുത്ത വലയങ്ങൾ പോകാനും നമ്മളുടെ ഫേസിലെ ചുളിവുകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മൾ ഇതിനോട് കുറച്ച് കോൺഫ്ലോർ കൂടി ഇടുന്നുണ്ട്. ഇതിനെ റൂം ടെമ്പറേച്ചറിൽ വരാനായിട്ട് കുറച്ച് നേരം ഇവിടെ വെക്കാം. റൂം ടെമ്പറേച്ചറിൽ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അരിപ്പ വഴി നമ്മളുടെ ഈ ഒരു എക്സ്ട്രാക്ട്, അതായത് ഗ്രീൻ ടീയും കെമമോലി ഫ്ലവേഴ്സിന്റെയും കൂടെ എക്സ്ട്രാക്ട് നമുക്ക് അരിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾക്ക് വേണ്ട ഇൻഗ്രീഡിയന്റ് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്കിന്നിനെ റിജിഡ് ആയിട്ട്, അതായത് ഫേം ആയിട്ട് ചുളിവുകൾ ഇല്ലാതെ വെക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന സിൽക്കി സ്മൂത്ത് തരുന്ന ഒന്നാണ് കോൺഫ്ലോർ. കോൺഫ്ലോറിലേക്ക് നമ്മൾക്ക് ആ എക്സ്ട്രാക്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടിയിൽ പിടിക്കാതെ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത ഈ മിക്സിനെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ക്രീമി പരുവത്തിലാക്കി എടുക്കാം. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നമ്മൾക്ക് ആവശ്യമുള്ള പരുവത്തിലാകും. ഒത്തിരി തിക്കാക്കാൻ നിൽക്കേണ്ട, ചെറുതായിട്ടൊന്ന് ക്രീമി ആകുമ്പോൾ തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് എടുത്തു മാറ്റാം. ഈ ഒരു ഫ്ലവറിന് നല്ലൊരു മണവും കൂടെ ഉണ്ട്. നമുക്ക് ഇതിലേക്ക് ഒന്ന് നറിഷ് ചെയ്യാനായിട്ട് നമ്മുടെ എസെൻഷ്യൽ ഓയിൽസ് ഒഴിക്കാം. ക്യാരറ്റ് എസെൻഷ്യൽ ഓയിൽ, റോസ് ഹിപ്പ് ഓയിൽ, ജോജോബ ഓയിൽ. ജോജോബ ഓയിൽ എപ്പോഴും ഞാൻ പറയുന്നതാണ്, സ്കിന്നിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 3 മില്ലിയോളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത് ആൽമണ്ട് മിൽക്ക് ആണ്. നമുക്കത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമ്മൾക്ക് ആക്കിയെടുക്കാം. ഇതുപോലെ ഒരു ബീറ്റർ കൊണ്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുത്താൽ വളരെ നല്ലതാണ്. ബീറ്റർ വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് വേണമെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾക്കൊരു സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ചീത്തയാകും. ഒരു ദിവസം ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. മീതി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല കഴുകി ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഹൈബിസ്കസ് മോയ്സ്ചറൈസറോ ക്യുക്കുംബർ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് മോയ്സ്ചറൈസർ ആണുള്ളതെന്ന് വെച്ചാൽ അതിടാൻ മറക്കരുത്. സ്കിന്നിന് നല്ല ഗ്ലോ തരുന്ന ഒന്നാണ് കെമമോലി ഫ്ലവറും ഈ ഗ്രീൻ ടീയും. അപ്പോൾ അതിന്റെ ആ ഒരു ബാക്കിയുള്ള ഫിൽട്ടർ ചെയ്തിട്ട് ബാക്കിയുള്ളതിലും അതിന്റെ ഗുണങ്ങൾ നിറയെ ഉണ്ടാകും. അത് ഫുള്ള് നമുക്ക് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്താൽ കിട്ടില്ല. അതുകൊണ്ട് ആ ബാക്കിയുള്ളതിൽ നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എക്സ്ട്രാക്ട് ജ്യൂസ് നമുക്ക് ഒഴിക്കാം.
1 സ്പൂൺ അലോവേറ ജെൽ കൂടെ ഇടാം. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ബീറ്റർ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. തരിയൊന്നുമില്ലാതെ ഫേസിന് നല്ല സൂതിങ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടുമ്പോഴാണ് ഫേസിലേക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അബ്സർവ് ആവുക. ഞാനിപ്പോൾ ഇടുന്നത് സ്വീറ്റ് പൊട്ടറ്റോയുടെ പൗഡറാണ്. പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്തിട്ട് അത് മാഷ് ചെയ്തെടുത്താലും മതിയാകും. നല്ല ഫേസിന് ഗ്ലോ തരാൻ കുറച്ചും കൂടെ സഹായിക്കുന്ന ഒന്നാണ് സ്വീറ്റ് പൊട്ടറ്റോ. അതിലുള്ള ഷുഗറും അതിലുള്ള മിനറൽസും വിറ്റമിൻസും എല്ലാം നമ്മുടെ ഫേസിന് പെട്ടെന്നൊരു ഗ്ലോ തരുന്നതാണ്. ന്യൂ ഇയർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഗ്ലോ ആയി കിട്ടും ഫേസ്. ആരെങ്കിലും മാരേജിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രൈഡൽ ഫേസ് പാക്ക് ആയിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വാഷ് ചെയ്ത ഫേസിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ? നിങ്ങൾ ഇതിനു മുന്നേ പല വീഡിയോയിലും കമമോലി ഫ്ലവേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. സ്കിന്നിന് ഇത്രത്തോളം യുവത്വം നൽകാനും സ്കിന്നിലുള്ള ഫൈൻ ലൈൻസിനെ മാറ്റാനും ബ്രൈറ്റൻ ആക്കാനും നല്ല കളർ തരാനും ഒക്കെ കഴിവുള്ള ഒരു ഫ്ലവറാണത്. അതുപോലെ തന്നെ ഗ്രീൻ ടീ നമുക്ക് എല്ലാവർക്കും അറിയാം. വീഡിയോ ത്രൂ ഗ്രീൻ ടീയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് ബെനിഫിറ്റും എല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നവർക്കറിയാം ഇതൊക്കെ ചെയ്യുമ്പോൾ എത്രമാത്രം സന്തോഷം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ള ടെൻഷൻസ് ഒക്കെ മറന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നിറയെ പേര് നിങ്ങളോട് ചോദിക്കുമായിരിക്കും, ഈ ഒരു പ്രായത്തിൽ എന്തിനാ, ഈ പ്രായത്തിൽ അവർ കണ്ടില്ലേ എന്തുമാത്രം സ്കിൻ കെയർ ആ ചെയ്യുന്നത്, അവരുടെ ഡ്രസ്സിങ് സെൻസ് കണ്ടോ, ഡ്രസ്സിങ് സെൻസ് ഇല്ല അവരുടെ ഡ്രസ്സിങ് കണ്ടോ, എന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നേ, 2 കുട്ടികളൊക്കെ ആയില്ലേ, അല്ലെങ്കിൽ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചില്ലേ, കല്യാണം കഴിച്ച കുട്ടികൾക്ക് കുട്ടികളായില്ലേ. കുട്ടികൾക്ക് കുട്ടികളായാലും കല്യാണം കഴിച്ചാലും എന്താണെങ്കിലും നമ്മളെന്ന വ്യക്തിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മളെന്ന വ്യക്തി അവിടെ തന്നെ നിൽക്കുകയാണ്. നമുക്ക് എത്ര ഏജ് എന്നായാലും നമുക്ക് ഓരോ വർഷം കഴിയുമ്പോൾ 1 വർഷം കഴിയുമ്പോഴാണ് ഒരു ഏജ് നമുക്ക് കൂടുന്നത്. പക്ഷെ നമ്മളത് നമുക്കത് മനസ്സിൽ പതിയുന്നുണ്ടോ? ഇല്ല. ഓരോരോ നമ്പേഴ്സും 1, 2, 3 അങ്ങനെ കൂടി വരുന്നത് കൊണ്ടാണ് ഏജ് ഒരു നമ്പറാണ്, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നത്. നമ്മൾക്ക് അതിനനുസരിച്ച് ഓരോ ദിവസവും എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതിനനുസരിച്ച് നമുക്ക് മെച്യൂരിറ്റി കൂടുകയും നമ്മൾക്ക് കുറച്ചുകൂടെ ലോകം എന്താണെന്ന് അറിയുകയും നമ്മളെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കേണ്ടത് എങ്ങനെയാണെന്ന് കുറച്ചുകൂടെ മനസ്സിലാകുകയും കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് നടക്കാൻ പഠിക്കുകയും കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് സ്കിൻ കെയർ ചെയ്യുകയും കുറച്ചും കൂടെ നന്നായിട്ട് എലഗൻ്റായിട്ട് ഗ്രേസ്ഫുള്ളായിട്ട് ഡ്രസ്സ് ചെയ്യുകയും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, നമ്മൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് നമ്മുടെ എലഗൻസി, നമ്മുടെ ബ്യൂട്ടിയൊക്കെ അല്ലേ. ആരെങ്കിലും എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് ഈ ഡ്രസ്സ് വാങ്ങിക്കുന്നത്, അല്ലെ എന്തിനാണ് ഇതൊക്കെയും ചോദിക്കുന്നവരോട് ഒറ്റ മറുപടി പറഞ്ഞാൽ മതി, എനിക്കിങ്ങനെ ഇഷ്ടമാണ്. എനിക്കിങ്ങനെ സ്കിൻ കെയർ ചെയ്യാനും ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാനും എൻ്റെ ഹെയർ കെയർ ചെയ്യാനും എന്നെ കണ്ണാടി നോക്കുമ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ കാണാൻ. എന്നെ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു. അതിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം? അങ്ങനെ പ്രശ്നമുള്ളവർ നമ്മളുടെ കൂടെ സഹകരിക്കാതിരിക്കുകയാണ് നല്ലത്. വെറുതെ ഒരു ഫേക്കായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ എല്ലാ റിലേറ്റീവ്സിനെയും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. അല്ലെ എല്ലാ ഫ്രണ്ട്സിലും എല്ലാ സർക്കിളിലും എവറിത്തിങ് ഈസ് എ റിലേഷൻഷിപ്പ്, റൈറ്റ്? മദർ ചൈൽഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മദർ സിസ്റ്റർ റിലേഷൻഷിപ്പ്, വാട്ട് എവർ ഇറ്റ് മേ ബി, എവറിത്തിങ് ഈസ് എ റിലേഷൻഷിപ്പ് അല്ലേ. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വേറെ ഇതിൽ പോകണ്ട, നമ്മുടെ ഈ ഏജിൽ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യവുമില്ല. സോ നമ്മളെ കെയർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ, ലൈഫ് പുതിയതായിട്ടൊരു ബിഗിനിങ് ഉണ്ടാകുന്നു, പുതിയതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ റീജനുവേറ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കുന്നു അല്ലേ, ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുന്നു. അതൊക്കെ ഒരു നല്ല ഒരു ബ്യൂട്ടിഫുൾ ഡേയ്സ് നമ്മൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾക്ക് തന്നെ നമ്മൾ ക്യാൻഡിൽ ഡിന്നർ കൊടുക്കാമല്ലോ, ബാൽക്കണിയിൽ ചെറിയ ക്യാൻഡിൽസ് ഒക്കെ വെച്ചിട്ട് യു ക്യാൻ ഇൻവൈറ്റ് ദ പീപ്പിൾ ഇൻ ദ ഹോം അല്ലേ. മകനാവട്ടെ, മകളാവട്ടെ, ഹസ്ബൻഡ് ആവട്ടെ, അല്ലെ മദർ ഇൻ ലോ ആവട്ടെ, മദർ ആവട്ടെ, ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒക്കേഷൻസ് ആണ്. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ, എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും ലൈഫ് എന്നറിയാമോ. അപ്പോൾ നമ്മൾ സ്കിൻ കെയറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്കിൻ കെയറിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഞാൻ ഇതിലേക്ക് ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് ഇത്രമാത്രം ബുദ്ധിമുട്ടുന്ന, മനസ്സ് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്, എക്സ്പെഷ്യലി ഇൻ ആൻറ്റി ഏജിങ് എന്നുള്ളത് അല്ലേ. സോ അത്
ഒരു വലിയ വിഷമമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റും എന്നൊരു വിശ്വാസത്തോടെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ടീനേജിലുള്ള കുട്ടികളെക്കാളും അടിപൊളിയായിട്ടുള്ള സ്കിൻ കിട്ടും. കാരണം അവർക്ക് പിമ്പിൾസ് വരും, നിറയെ ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ട്, വൈറ്റ് ഹെഡ്സ് ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്. ഇതൊന്നും നമുക്കില്ല. നമുക്ക് ക്ലിയർ സ്കിൻ കിട്ടാൻ ഈസിയാണ്. ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റി നമ്മളുടെ സ്കിന്നിനെ ഒന്ന് പാമ്പർ ചെയ്ത് അതുപോലെ തന്നെ ഉള്ളിലേക്കും കൂടെ നല്ല ഒരു കൊളാജിൻ ബൂസ്റ്ററൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് ടെല്ലിങ് അബൌട്ട് ദ ടാബ്ലറ്റ്സ്, അല്ലാതെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ച് നല്ലതായിട്ടൊന്ന് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിനെ കൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ മനസ്സിൻ്റെ ടെൻഷൻ, ആവശ്യമില്ലാത്ത ആങ്സൈറ്റി, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറക്കം. ഇന്ന സമയത്ത് ഉറങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അങ്ങനെയില്ല. ഉറങ്ങുമ്പോൾ കറക്റ്റായിട്ട് ശാന്തമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് 5 to 6 hours ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഉച്ച കഴിഞ്ഞൊക്കെ ഉറങ്ങാൻ പറ്റുന്നവർക്ക് ഉറങ്ങുന്നവർ വളരെ നല്ല കാര്യമാണ്. അത്രയും സ്കിന്ന് നന്നായിട്ട് ഒരു കാമായിട്ട് കിട്ടും. അപ്പോൾ സ്കിൻ കെയർ ചെയ്യാനായിട്ട് ഒരിക്കലും മടിക്കണ്ട. ആരെങ്കിലും ചോദിക്കുന്നു എന്ന് വെച്ചിട്ട് ആരെയും കാണാതെ രഹസ്യമായിട്ട് സ്കിൻ കെയർ ചെയ്യേണ്ട ആവശ്യവുമില്ല. നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ അല്ല, ഹെയർ കെയർ അല്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്നോ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നോ ഒന്നും തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് അത് പറയാനുള്ള അവകാശമില്ല. അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടുള്ള വിഷമമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഗ്ലോ ചെയ്യുക. 2026 വളരെ ബ്യൂട്ടിഫുൾ ലേഡി ആയിട്ട് വെൽക്കം ചെയ്യുക. 26 അല്ല, നിങ്ങൾ ബ്യൂട്ടിഫുൾ ലേഡി ആയിട്ട് 2026 വെൽക്കം ചെയ്യാനായിട്ട് റെഡി ആവുക. നല്ല ഡ്രസ്സൊക്കെ എടുത്ത് നിങ്ങളുടെ ഗ്ലോയിങ് സ്കിന്നൊക്കെ ഒന്ന് കാണിച്ച് നന്നായിട്ട് റെഡിയാകുക. ഹെയർ കെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി വീണ്ടും കാണുന്ന വരെ ടേക്ക് കെയർ. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഗോൾഡൻ ഓറയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാനിതിനെ ഇങ്ങനെ കളർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് കളർ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും നല്ലൊരു കണ്ടന്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ.